നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊലയായിട്ടിരിക്കുന്ന ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളത് വിശ്വസിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു ചെറിയ പ്ലാസ്റ്റിക് പീസാണ് എടുത്തിരിക്കുന്നത്. സാധാ പ്ലാസ്റ്റിക് കവർ ആണെങ്കിലും മതി. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പേപ്പർ ആണെങ്കിലും എടുക്കാം. പക്ഷേ പേപ്പർ ആണെങ്കിൽ അത്രയ്ക്ക് ഡ്യൂറബിലിറ്റി കിട്ടില്ല. നമ്മൾ എടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അതിൽ കട്ടിങ്സ് ഒക്കെ കാണിച്ചാൽ ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് ഈ പേപ്പറിൽ കാണിക്കുന്നത്. ചെറിയൊരു പീസ് എടുക്കുക, രണ്ടായിട്ട് മടക്കുക, വീണ്ടും മടക്കുക, എന്നിട്ട് അത് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കുക, എന്നിട്ട് ഇതുപോലെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സൈഡ് തന്നെ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇന്നർ കോർണർ വിട്ടിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇത് ഓപ്പൺ ആക്കി എടുക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 പെറ്റൽസ് ഉള്ളൊരു ഫ്ലവർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റിലും നമുക്ക് ഇതുപോലത്തെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. പ്ലാസ്റ്റിക് ഷീറ്റിൽ ഞാൻ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം നമുക്ക് ആദ്യം എടുക്കാം. ഇനി നമുക്ക് വേണ്ട ഇതുപോലെ ഏറ്റവും കനം കുറഞ്ഞൊരു കമ്പിയാണ്. ഒരു അലുമിനിയം ത്രെഡ് എടുത്താൽ മതിയാവും. ഏറ്റവും കനം കുറഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഫ്ലവറിൻ്റെ നടുവിലൂടെ ഈ ഒരു ത്രെഡ് കയറ്റി കൊടുക്കാം. 2 ഫ്ലവേഴ്സ് ഒരേ ത്രെഡിലൂടെ ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട് നല്ലൊരു പാറ്റേണിൽ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഫ്ലവർ അവിടെ ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലത്തെ ഭാഗം, അതായത് കമ്പിയുടെ മുകളിലത്തെ ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ ഇതുപോലത്തെ 3-4 ഫ്ലവേഴ്സ് എടുത്തിട്ട് ഇതുപോലെ കൂട്ടിക്കെട്ടി ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് പോലെ ആക്കിയെടുക്കുക. ശരിക്കും നമ്മുടെ ഫ്ലവർ കോർത്തിരിക്കുന്ന ആ ഒരു ത്രെഡില്ലേ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ പിരിച്ചൊന്ന് കെട്ടിക്കൊടുത്താലായിട്ട് മതിയാവും. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ കുറേ അധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെന്ന്. ആ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് എല്ലാം കൂടി എടുക്കുക. അതിൽ നിന്ന് ഒരു 4-5 എണ്ണമൊക്കെ എടുത്തിട്ട് ഓരോ ബഞ്ചാക്കി ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഈ ബഞ്ചസ് എല്ലാം കൂടി എടുത്തൊരു വലിയ ത്രെഡിൽ വലിയൊരു ബഞ്ചാക്കി മാറ്റുക. ഞാൻ ഈ ബെഞ്ചും ഡെസ്കും ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇനി കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെമ്മിന് ചുറ്റും ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഗ്രീൻ ടേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഗ്രീൻ പേപ്പർ എടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈൽഡ് ഫ്ലവറിൻ്റെ ബഞ്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു റെഡ് കളറും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ബോട്ടിലാണ്. ഇതൊരു സ്പ്രേ ബോട്ടിലാണ്. ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്, കാരണം എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സ്പ്രേ ആണിത്. ഞാൻ സ്നേഹത്തോട് സൂ എന്ന് വിളിക്കുന്ന ആൻ സൂസൻ ജോർജ്. സോ എന്താണെങ്കിലും ഈ ഒരു ബോട്ടിൽ എനിക്ക് പ്രിസർവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ പോട്ടായിട്ട് തന്നെ അത് പ്രിസർവ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലും ഇതുപോലെ സൂക്ഷിച്ച് വെക്കണം എന്ന് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണില്ലേ? അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഇതുപോലെ ഓരോ ഐഡിയാസ് കണ്ടുപിടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ എന്നും ഞാൻ പറഞ്ഞിട്ട് നിങ്ങളാരും ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.